ഹലോ ഗായ്സ്, അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ 2 പ്രൊമോ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എല്ലാ എപ്പിസോഡുകളിലും അനിമോളെ ഒന്ന് പൊരിച്ചില്ലെങ്കിൽ ലാലേട്ടന് സമാധാനമില്ല എന്ന് പറയുന്നത് പോലെ അനിമോളെ ഇതിനകത്തും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആരിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരിന് ക്യാപ്റ്റൻസി കൊടുക്കുന്നതിൽ എന്താണ് അനിമോൾക്കുള്ള ബുദ്ധിമുട്ട്, വിഷമങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അനിമോൾ പറഞ്ഞു ആരും ക്യാപ്റ്റൻസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മ്യൂണിറ്റി എന്നുള്ള പവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞു അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നത്. കുഴപ്പമില്ലേ ഉള്ളു ലാലേട്ടാ, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കുഴപ്പമേ ഉള്ളൂ, ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ സേഫായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നത്. പ്രേക്ഷകർ വോട്ട് ചെയ്യാനായിട്ടുള്ളൊരു അവസരം അവിടെ നഷ്ടപ്പെടുമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം സാബുമാന് ഇതിൽ വന്നില്ല, അപ്പോൾ അതുകൊണ്ട് ക്യാപ്റ്റൻസിയുടെ ഇമ്മ്യൂണിറ്റി കിട്ടിയില്ല. ഇനി എന്തിനാണ് ഇമ്മ്യൂണിറ്റി? ലാസ്റ്റ് വീക്കുകളായി, 12ാമത്തെ വീക്കിലും ഇനിയും എല്ലാവരെയും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണം. ഡയറക്റ്റ് നോമിനേഷൻ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവരും ഇന്നിപ്പോൾ ഒരാൾ ഔട്ടാവും. അപ്പോൾ ലക്ഷ്മിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 8 പേരാണുള്ളത്. ഈ 8 പേരും കറക്റ്റായിട്ടുള്ള ഡയറക്റ്റ് നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യവും അനിമോളെ അങ്ങനെ ചോദിച്ചുകൊണ്ട് അതിനെന്താണ് കുഴപ്പം, അങ്ങനെ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ചൊന്ന് ചൂടാവുന്നുണ്ട്. ഇനി പ്രൊമോയിൽ വെറുതെ കാണിച്ചതാണോ എന്നറിയില്ല. എന്തായാലും പ്രൊമോയിൽ ചെറുതായിട്ട് കാണിക്കുന്നത് ഭയങ്കര ഊതിപ്പരിപ്പിച്ചിട്ടാണല്ലോ നമുക്ക് പ്രൊമോയിലാക്കുന്നത്. അല്ലാണ്ട് എപ്പിസോഡിൽ ചെറുതായിട്ടായിരിക്കും ഈ സംഭവങ്ങൾ വളരെ ലൈവായിട്ടങ്ങ് പറഞ്ഞു പോകുമായിരിക്കും. അതിനുശേഷം പിന്നീട് അടുത്ത പ്രൊമോയ്ക്കകത്ത് അനീഷേട്ടനെ വിളിക്കുന്നുണ്ട്. പുള്ളിയുടെ അടുത്ത് പറയുന്നുണ്ട് അതിലൊരു കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, ടാസ്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഈ 9 പേർക്കും ഓരോരുത്തർക്കും ഉള്ള ഓരോ കാർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒളിപ്പിക്കൽ കാർഡ്, കരച്ചിൽ കാർഡ്, സേഫ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാർഡുകളെ പോലെ എഴുതിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം തലയിൽ ഓരോ തൊപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കിട്ടുന്നവർ ഓരോരുത്തരെയും വിളിക്കും. അവരെടുക്കുന്നവർ ആർക്കാണോ അത് കൂടുതൽ യോജിക്കുന്നതെന്ന് ചോദിക്കും. അത് യോജിക്കുന്നവർക്ക് കൊണ്ടുപോയി ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ അനീഷേട്ടന് ഒളിപ്പിക്കൽ കാർഡാണ് കിട്ടിയത്. അനീഷേട്ടൻ കൊണ്ടുവന്നത് ആരിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പലരുടെ അഭിപ്രായം ഞാൻ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. നെവിനാണ് അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു ടാസ്കിനെ ബേസ് ചെയ്തായിരിക്കും. കാരണം നമ്മൾ ആരും കാണിക്കുന്ന കള്ളത്തരങ്ങളൊന്നും ഇവർ കുറേയൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ആര്യൻ ഒരുപാട് കള്ളങ്ങൾ കാണിക്കുന്നുണ്ട്, ഒരുപാട് കള്ളങ്ങൾ. ആര്യൻ മോഷ്ടിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞു? ആര്യനും ഒരുപാട് മോഷ്ടിക്കുന്നു. നിവിൻ മോഷ്ടിക്കുന്നത് നമ്മളെല്ലാവരും കാണിക്കുന്നു. കാരണം അതൊരു ക്യൂട്ട്നെസ് പോലെ ആൾക്കാർ ആദ്യം തന്നെ ഒരു കള്ളൻ എന്നുള്ളൊരു ഫീല് നെവിന് കിട്ടിയതുകൊണ്ട് ആ ടാഗ് ലൈൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് അങ്ങനെ കാണിക്കുന്നതാണ്. പക്ഷേ ആര്യൻ അവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ആര്യൻ പറയുന്നതെല്ലാം കള്ളമാണ്. ഒരു കാര്യം അത് പറഞ്ഞിട്ട് അത് നമ്മൾ കേട്ട കാര്യമാണ്, പിന്നീട് അടുത്ത ആൾക്കാരോട് പറയുമ്പോൾ അത് വേറൊരു രീതിയിൽ അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആര്യന് തന്നെയാണ് മികച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ ടാസ്കിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അത് സ്ക്രാച്ച് ചെയ്ത് ഒളിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പാവകളൊക്കെ ആയാലും അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ അങ്ങനെ പറയുന്ന കേട്ടോ. അങ്ങനെ ഇതിൽ ആരാണ് പാവകളെ മോഷ്ടിച്ച കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാവയെ മോഷ്ടിച്ച ആദിലയാണ്. അപ്പോൾ അതിന് പിന്നെ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് അത് തെളിയിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ലക്ഷ്മിയെ കൊണ്ട് നമ്മളൊരു പണ്ട് കോടതി ടാസ്ക് ഉണ്ടല്ലോ, അതുപോലെ ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെത്രയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊമോയിൽ ഈ ഓരോരുത്തരെയും പിന്നെ എന്താ പറയുന്നത്, ക്രോസ് എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലവർ തർക്കുത്തരം പറയുന്നു, ചിലവർ കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നു. എന്തായാലും ലക്ഷ്മിക്ക് ഈ പാവകളെ പാവകളെ മോഷ്ടിച്ച ആളിനെ കൃത്യമായിട്ട് കോടതിയുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴേ അറിയാൻ പറ്റും. എന്തായാലും എല്ലാവരെയും കൂട്ടിൽ കയറ്റി ഇരുത്തി ക്രോസ് ചെയ്യുന്നുണ്ട്. ട്രയലാണ് കാണിക്കുന്നത്. കോടതിയുടെ ഒരു ട്രയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയാണ് കാണിക്കുന്നത്. ഇവരൊക്കെ ട്രയലിനൊക്കെ ഇരിക്കുമോ? ഇവർക്കാണെങ്കിൽ ടാസ്കുകളെ കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാത്ത ആൾക്കാരാണ്. കൃത്യമായിട്ടുള്ള ടാസ്ക് എന്താണെന്നറിയില്ല, കൃത്യമായിട്ട് ടാസ്ക് ചെയ്യാൻ അറിയത്തില്ല. ഒരു കാര്യം യാതൊരു തരത്തിലുള്ള വിലയും ഇല്ലാതെ അതിൽ എല്ലാം വളരെ സില്ലിയായിട്ടാണ് കരുതുന്നത്. എന്തുമാത്രം ആൾക്കാർ കഷ്ടപ്പെട്ട ഓരോ ടാസ്കുകളും അവർ ചെയ്യാനായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയാലും ഓരോ കാര്യങ്ങളും കൊടുക്കുന്നത്. പക്ഷേ ഇവരതിൻ്റെ അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി, അത്രയും റെസ്പെക്റ്റോടു കൂടി, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നതാണെന്ന് വിചാരിക്കാതെ, യാതൊരു ഫൺ എലമെൻറ്റും കൊണ്ടുവരാതെ പേഴ്സണൽ ഗ്രഡ്ജ് എന്നുള്ള രീതിയിലാണ് പല ടാസ്കുകളും ചെയ്യുന്നത്. പല ടാസ്കുകളും കുളമാക്കുന്നതും. ഇവർക്ക് ടാസ്ക് എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ളതൊന്നും വലിയ പിടിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു BB സീസൺ 7ലാണ് കേട്ടോ. ഈ സീസൺ 7ലാണ് ഇത്രയും മോശപ്പെട്ട കണ്ടസ്റ്റൻ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല ആൾക്കാർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാൻ